ഇന്ത്യൻ മഹാസമുദ്രത്തിലെ 115 ദ്വീപുകൾ ചേർന്ന ഒരു കൊച്ചു രാജ്യം സീഷെൽസ്. ജനസംഖ്യ വെറും 1,00,000-അടുത്തേയുള്ളൂ. പക്ഷെ ഈ കൊച്ചു രാജ്യത്തിന് വേണ്ടി ഇന്ത്യ ഇപ്പോൾ നീക്കിവെച്ചിരിക്കുന്നത് $175 മില്യൺ, അതായത് ഏകദേശം 1,400 കോടിയിലധികം രൂപ. എന്തിനാണ് ഇന്ത്യ ഈ ചെറിയ ദ്വീപ് സമൂഹത്തിൽ ഇത്ര വലിയ നിക്ഷേപം നടത്തുന്നത്? ഇതിന് പിന്നിലെ തന്ത്രപരമായ രഹസ്യം എന്താണ്? നമുക്ക് നോക്കാം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര പാതകളിലൊന്നാണ് ഇന്ത്യൻ മഹാസമുദ്രം. ലോകത്തിലെ ആകെ സമുദ്ര വ്യാപാരത്തിന്റെ 75% നടക്കുന്നത് ഈ വഴിയിലൂടെയാണ്. ലോകം ഉപയോഗിക്കുന്ന പകുതിയോളം എണ്ണ കൊണ്ടുപോകുന്നതും ഈ പാതയിലൂടെ തന്നെ. ഇതിന്റെ കൃത്യം നടുവിലായാണ് സീഷെൽസ് സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയെയും ആഫ്രിക്കയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന കപ്പൽ ചാലുകളുടെ കാവൽക്കാരനാണ് ഈ രാജ്യം. മാത്രമല്ല, സൊമാലിയൻ തീരത്തെ കടൽക്കൊള്ള പണ്ട് വലിയ ഭീഷണിയായിരുന്നു. ഇന്ന് നിയമവിരുദ്ധമായ മത്സ്യബന്ധനം, ലഹരിക്കടത്ത് എന്നിവ ഇവിടെ നടക്കുന്നുണ്ട്. ഈ മേഖലയിൽ സമാധാനവും സുരക്ഷയും ഉറപ്പാക്കാൻ സീഷെൽസുമായി ചേർന്ന് നിൽക്കുക എന്നത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് അത്യാവശ്യമാണ്. ഈ $175 മില്യൺ $125 മില്യൺ വായ്പയായും ബാക്കി $50 മില്യൺ ഗ്രാന്റായുമാണ് നൽകുന്നത്. സീഷെൽസിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് ഇത് മുൻഗണന നൽകുന്നത്. പാർപ്പിട പദ്ധതികൾ, IT മേഖല, ഡിജിറ്റൽ ഗവേണൻസ് എന്നിവയുടെ പുരോഗതി, സീഷെൽസിന്റെ കോസ്റ്റ് ഗാർഡിനെ ശക്തിപ്പെടുത്താനും സമുദ്ര നിരീക്ഷണത്തിനുമുള്ള സഹായം, കൂടാതെ പ്രധാനമന്ത്രിയുടെ മഹാസാഗർ നയത്തിന്റെ ഭാഗം കൂടിയാണിത്. അതായത് ഈ മേഖലയിലെ എല്ലാവർക്കും ഒരുപോലെ സുരക്ഷയും വളർച്ചയും ഉറപ്പാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സീഷെൽസിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനൊപ്പം തന്നെ ഇന്ത്യക്കും ഇതിലൂടെ നേട്ടങ്ങൾ ലഭിക്കുന്നുണ്ട്. സീഷെൽസിന്റെ സമുദ്രപരിധി ഏകദേശം 13 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ഇന്ത്യയുടെ സഹായത്തോടെ അവിടെ ഹൈഡ്രോഗ്രാഫിക് യൂണിറ്റുകളും നിരീക്ഷണ സംവിധാനങ്ങളും വരുമ്പോൾ ആ വലിയ മേഖലയിലെ വിവരങ്ങൾ ഇന്ത്യക്കും ലഭ്യമാകും. ഇത് ഇന്ത്യയുടെ മാരിടൈം ഫുട് പ്രിന്റ് അഥവാ സമുദ്രത്തിലെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്കുള്ള ഒരു പാലമായി സീഷെൽസിനെ ഉപയോഗിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളുടെ നേതാവായി ഇന്ത്യ മാറുന്നതിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണിത്. പലരും ചോദിക്കുന്ന ചോദ്യമാണ്, ഇത് ചൈനയെ പേടിച്ചാണോ എന്ന്. ചൈന തങ്ങളുടെ സ്ട്രിംഗ് ഓഫ് പേൾസ് നയത്തിലൂടെ ഇന്ത്യയെ വളയാൻ ശ്രമിക്കുകയാണ്. ശ്രീലങ്കയിലും മാലിദ്വീപിലും ചൈനീസ് നിക്ഷേപം നമ്മൾ കണ്ടതാണ്. സീഷെൽസിലും ചൈന നോട്ടമിട്ടിട്ടുണ്ട്. സീഷെൽസിനെ ഇന്ത്യയുടെ പക്ഷത്ത് നിർത്തിയില്ലെങ്കിൽ ഭാവിയിൽ ചൈന അവിടെ താവളങ്ങൾ നിർമ്മിച്ചേക്കാം. അത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകും. അതുകൊണ്ട് തന്നെ സാമ്പത്തിക സഹായത്തിലൂടെയും വികസനത്തിലൂടെയും സീഷെൽസുമായി ഒരു വിശ്വസ്ത സൗഹൃദം കെട്ടിപ്പടുക്കുകയാണ് ഇന്ത്യ ചെയ്യുന്നത്. ചൈന പല രാജ്യങ്ങളെയും കടക്കണിയിലാക്കി കൂടെ കൂട്ടാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ ഒരു വിശ്വസ്ത പങ്കാളി എന്ന നിലയിലാണ് സീഷെൽസിനെ സമീപിക്കുന്നത്. മറ്റൊരു രാജ്യത്തെ തോൽപ്പിക്കാനല്ല, മറിച്ച് തങ്ങളുടെ അയൽപക്കത്തുള്ള രാജ്യങ്ങൾ സാമ്പത്തികമായി വളരണമെന്നും അവിടെ സുരക്ഷ ഉണ്ടാകണമെന്നുമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. ഈ സ്ട്രാറ്റജിക് കോൺഫിഡൻസ് ആണ് ഇന്ത്യയെ ചൈനയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ചുരുക്കത്തിൽ, സീഷെൽസിലെ ഈ നിക്ഷേപം കേവലം കോടികളുടെ കണക്കല്ല, മറിച്ച് ഇന്ത്യ വരും കാലത്ത് സമുദ്രമേഖലയിൽ ചെലുത്താൻ പോകുന്ന വലിയ സ്വാധീനത്തിന്റെ അടയാളമാണ്. ഇന്ത്യൻ മഹാസമുദ്രം ശാന്തവും സുരക്ഷിതവുമായിരുന്നാൽ മാത്രമേ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയും സുരക്ഷിതമാകൂ.